السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. നാം അസ്മാഉൽ ഹുസ്നയുടെ ക്ലാസ്സിലാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അസ്മാഉൽ ഹുസ്നയിലെ അൽ ഖുദ്ദൂസ് എന്ന നാമത്തെ കുറിച്ചായിരുന്നു നാം ചർച്ച ചെയ്തിരുന്നത്. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അസ്സലാം, യാ സലാമു യാ അല്ലാഹ് എന്ന സലാം എന്ന അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയെ കുറിച്ചാണ്. സലാം എന്നത് സലാമത്ത് എന്നതിൽ നിന്ന് പിടിക്കപ്പെട്ട, എന്നതിൽ നിന്നുത്ഭവിച്ച പദമാണ് സലാം എന്നുള്ളത്. സലാമത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷാർത്ഥം രക്ഷപ്പെടൽ എന്ന് പറഞ്ഞവരുണ്ട്. ഒരുപാട് അർത്ഥങ്ങളുണ്ട് സലാമത്തിന്. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് വരാം. റഹ്മത്ത്, മിഹ്നത്ത് അഥവാ അനുഗ്രഹം, പരീക്ഷണം, ഇത് രണ്ടും വെളിവാക്കുന്നതിൻ്റെ മധ്യത്തിലുള്ള ഒരവസ്ഥയാണ് സലാമത്ത് എന്ന് പറയപ്പെടുന്നവരുണ്ട്. റഹ്മത്ത് എന്നാൽ അനുഗ്രഹം, മിഹ്നത്ത് എന്ന് പറഞ്ഞാൽ പരീക്ഷണം. ഈ അനുഗ്രഹത്തിൻ്റെയും പരീക്ഷണത്തിൻ്റെയും ഇടയിലുള്ള ഒരു മധ്യാവസ്ഥ, അതാണ് സലാമത്ത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അസ്മാഉൽ ഹുസ്നയിലെ ഏറ്റവും വലിയ ഒരു വേദന സംഹാരിയാണ് യാ സലാമു യാ അല്ലാഹ് എന്ന ദിക്ർ. യാ സലാം എന്ന നാമം വേദന അനുഭവിക്കുന്നവരുടെയും രോഗിയുടെയും സമീപത്ത് വെച്ച് 121 തവണ ചൊല്ലിയാൽ രോഗത്തിനും വേദനക്കും ശമനം ലഭിക്കുന്നതാണ്. അപ്രകാരം മറ്റു വിപത്തുകളിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്നതിനും ഈ നാമം ചെല്ലാവുന്നതാണെന്ന് ഫൈദുൽ ഖദീർ എന്ന കിതാബിന്റെ 2ാം വാള്യത്തിലെ 620 പേജിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. സലാം എന്നുള്ള പദം വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഹശറിന്റെ അവസാനത്തെ 3 ആയത്തുകളിൽ അള്ളാഹുവിന്റെ 15ഓളം നാമങ്ങളെ പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ അസ്സലാം എന്നുള്ള നാമം നമുക്ക് കാണാൻ കഴിയും. അതുപോലെ സൂറത്ത് യൂനുസിലെ 25ാം സൂക്തത്തിൽ വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, ആ വചനത്തിലും സലാം, അസ്സലാം എന്നുള്ള പദം നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു ദാറുസ്സലാമിലേക്ക് ക്ഷണിക്കുന്നു എന്നാണ് വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം എന്നതിന്റെ അർത്ഥം. ഈ സൂക്തത്തിൽ ദാറുസ്സലാം എന്നതുകൊണ്ട് സലാമായ അള്ളാഹുവിന്റെ ഭവനം, സലാമായ അള്ളാഹുവിന്റെ ഭവനം എന്നും അർത്ഥം നൽകാവുന്നതാണെന്ന് തഫ്സീർ റൂഹുൽ മആനിയുടെ 7ാം വാള്യത്തിലെ 481 പേജിൽ നമുക്ക് കാണാൻ കഴിയും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിലും ധാരാളമായി അസ്സലാം എന്ന അസ്മാഉൽ ഹുസ്നയിലെ നാമം വന്നതായിട്ട് നമുക്ക് കാണാം. അൻ സൗബാന റളിയല്ലാഹു തആല അൻഹു കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ശറഫ മിൻ സ്വലാത്തിഹി ഇസ്തഗ്ഫറ സലാസൻ വഖാല അല്ലാഹുമ്മ അൻതസ് സലാം വമിൻകസ് സലാം തബാറക്ത ദൽ ജലാലി വൽ ഇക്റാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു ഇദൻ സറഫ മിൻ സ്വലാത്തിഹി റസൂലുള്ളാഹ് നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ ഇസ്തഗ്ഫറ സലാസൻ 3 പ്രാവശ്യം അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യും. എന്നിട്ട് വഖാല അല്ലാഹുവിന്റെ റസൂൽ പറയുകയും ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ അൻതസ് സലാം, അല്ലാഹുവേ നീയാണ് രക്ഷ, നീ സലാമാണ്. വമിൻകസ് സലാം, നിന്നിൽ നിന്നാണ് രക്ഷ. തബാറക്ത ദൽ ജലാലി വൽ ഇക്റാം, മാന്യതയും മഹത്വവും ഉള്ളവനെ, നീ അനുഗ്രഹങ്ങൾ അധികരിച്ചവനാണ്. കണ്ടോ, ഈ ഹദീസിൽ അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അസ്സലാം എന്ന പദം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇമാം മുസ്ലിം തങ്ങൾ തന്റെ സ്വഹീഹിൽ 591 ഹദീസായി ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സലാം എന്ന പദത്തിന് പല അർത്ഥങ്ങളും നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ നേരത്തെ ഉണർത്തിയല്ലോ. അല്ലാഹു എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തമായവനാണ് എന്നാണ് മുബറദിമാമും സജ്ജാദിമാമും ഈ സലാം എന്ന പദത്തിന് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. അല്ലാഹു അക്രമം ചെയ്യുന്നതിനെ തൊട്ട് അവന്റെ അടിമകൾ രക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ് ഖത്താബിയുടെ വീക്ഷണം. അപ്രകാരം അല്ലാഹു എല്ലാവർക്കും രക്ഷ നൽകുന്നവനാണ് എന്ന അർത്ഥവും ഉദ്ദേശിക്കപ്പെടാമെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം അല്ലാഹുവിലേക്ക് ചേർത്തി നോക്കുമ്പോഴുള്ള അർത്ഥങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. ഇനി അവന്റെ സൃഷ്ടികളിലേക്ക് നോക്കുമ്പോ സലാം എന്ന പദത്തിന് വിവിധങ്ങളായ അർത്ഥങ്ങൾ വേറെയുമുണ്ട്. സലാം എന്ന് പറഞ്ഞാൽ സമാധാനം, ആരോഗ്യം, ആശീർവാദനം എന്നൊക്കെ സലാമിന് അർത്ഥമുണ്ട്. മുസ്ലിങ്ങൾ പരസ്പരം കൈമാറുന്ന ആശീർവാദം അസ്സലാമു അലൈക്കും എന്ന പ്രാർത്ഥനാ വാക്യത്തിൽ അതുണ്ടല്ലോ. വിശുദ്ധ ഖുർആനിലെ അൽ ഖദർ അധ്യായത്തിൽ ഇപ്രകാരം നമുക്ക് കാണാൻ കഴിയും, സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, ഫജ്ർ ഉദിക്കുന്നത് വരെ, പ്രഭാതം വെളിവാകുന്നത് വരെ ആ രാത്രി സമാധാനമാണ്. ലൈലത്തുൽ ഖദർ സമാധാനമാണ്. കണ്ടോ, അവിടെ സലാം എന്നുള്ള അർത്ഥം രക്ഷ, സമാധാനം എന്നുള്ള അർത്ഥത്തിന് വന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ സലാം എന്ന പദം 19 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അസ്സലാം എന്നുള്ള പദം 5 തവണയും, മൊത്തം 24 തവണ സലാം അസ്സലാം എന്ന് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നാം ചൊല്ലുന്ന സ്വലാത്തിലുള്ള സലാമിന്റെ അർത്ഥം ഇമാം ബൈഹഖി വിവരിക്കുന്നത് നാം ശ്രദ്ധിക്കുക. അല്ലാഹുമ്മ സല്ലിം അലാ മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ മേലിൽ നീ രക്ഷ നൽകണമേ എന്ന് നാം പറയാറുള്ള അല്ലാഹുമ്മ സല്ലിം അലാ മുഹമ്മദിൻ എന്ന് നീ പറഞ്ഞാൽ
അതിന്റെ അർത്ഥം നീ എന്താ ഉദ്ദേശിക്കേണ്ടതെന്ന് ഇമാം ബൈഹഖി പറഞ്ഞത് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ തന്റെ ഫതാവൽ ഹദീസിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇന്നമാ തുരീദു അല്ലാഹുമ്മ ഉക്തുബ് ലി മുഹമ്മദിൻ ഫീ ദഅവതിഹി വ ഉമ്മത്തിഹി വ ദിക്രിഹി അസ്സലാമത മിൻ കുല്ലി നഫ്സിൻ ഫതസ്ദാദു ദഅവതുഹു അലാ മമറിൽ അയ്യാമി ഉലുവൻ വ ഉമ്മത്തുഹു തകാഥുറൻ വ ദിക്റുഹു ഇർതിഫാഅൻ. കണ്ടോ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്ന് പറയുമ്പോൾ നീ ഉദ്ദേശിക്കേണ്ടത് എന്താ? അല്ലാഹുവേ, മുഹമ്മദ് നബിക്ക് തന്റെ പ്രബോധനത്തിലും സമുദായത്തിലും സ്മരണയിലും എല്ലാ ന്യൂനതകളിൽ നിന്നും നീ രക്ഷ നൽകണമേ. അങ്ങനെ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം എക്കാലത്തും ഉയർന്നു നിൽക്കുകയും സമുദായം വർദ്ധിക്കുകയും സ്മരണ ഉയരുകയും ചെയ്യും. ഇതാണ് അല്ലാഹുമ്മ സല്ലിം അലാ മുഹമ്മദിൻ എന്ന് നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ അവിടുത്തെ സലാമത്തിന്റെ അർത്ഥമായി നാം ഉദ്ദേശിക്കേണ്ടതെന്ന് ഇമാം ബൈഹഖി പറഞ്ഞതായി ഫതാവൽ ഹദീസിയയിൽ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫതാവൽ ഹദീസിയുടെ 1-ാം വാള്യത്തിലെ 11-ാമത്തെ പേജിൽ നമുക്ക് നോക്കിയാൽ കാണുന്നതാണ്. ഇങ്ങനെ വിവിധങ്ങളായ ശ്രേഷ്ഠതകളും വിവിധങ്ങളായ പോരിശകളും ഈ സലാം എന്നുള്ള പദത്തിന് കിതാബുകൾ പരിധി നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു തആല ഈ അസ്മാഉൽ ഹുസ്നക്ക് യാ സലാമു യാ അല്ലാഹ് എന്ന അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നക്ക് ഖിദ്മ ചെയ്യാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.